എടാ, നീ ഒരു സിനാരിയോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ടേബിള്, അവിടെ ഫോൺ ഇരിക്കുന്നു, ഐപാഡ് ഇരിക്കുന്നു. ഉം. പക്ഷെ ഒരു കുട്ടി, ഒരു 9-10 വയസ്സുള്ളൊരു കുട്ടി, സ്റ്റോറി ബുക്ക് എടുത്തു വെച്ച് വായിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മണിക്കൂറായി അവനോ അവളോ വായിച്ചുകൊണ്ടിരിക്കുന്നു ആ കുട്ടി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു കുഞ്ഞു ബ്രേക്ക് എടുക്കുന്നു. അത് കഴിഞ്ഞ് ആർട്ട് ബുക്ക് എടുക്കുന്നു, വരയ്ക്കുന്നു. ഏ? എന്നിട്ട് അതിൽ കളർ ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോൾ അമ്മയുടെ അടുത്ത് പറയുന്നു, അമ്മ കുറച്ചു നേരം വന്നിരിക്കോ, എനിക്കൊരു സ്റ്റോറി പറയാൻ തോന്നുന്നു. ഇങ്ങനത്തെയൊക്കെ സിനാരിയോ നമുക്ക് ഇക്കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റുമോ? സോ ഇങ്ങനെ ഒരു സ്വപ്നം പോലും കണ്ട നമ്മൾ രാവിലെ ഓ, എന്തൊരു നടക്കാത്ത സ്വപ്നം എന്നല്ലേ നമ്മൾ വിചാരിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കഷ്ടമുള്ള ഒരു ക്വാളിറ്റി, ഒരു ലൈഫ് സ്കില്ലാണ് അറ്റൻഷൻ അല്ലെങ്കിൽ ഫോക്കസ് എന്ന് പറയുന്നത്. ഉം. പ്രത്യേകിച്ച് കുട്ടികളിൽ, അല്ലേ? ഇപ്പൊ ഇനി ഒരു നെക്സ്റ്റ് അക്കാഡമിക് ഇയർ തുടങ്ങാൻ പോണു. എന്തൊരു ഇമ്പോർട്ടൻ്റ് ആണ് ഈ അറ്റൻഷനും ഫോക്കസും. പഠിത്തത്തിൽ മാത്രമല്ല, എന്ത് ചെയ്താലും അതിൽ എന്തോരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാ, അല്ലേ? ഇന്നിപ്പോ നമുക്ക് 3-4 ഇഷ്യൂ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയ കുട്ടികളിൽ കാണാറുണ്ട് ജനറലി കേട്ടോ. അപ്പൊ അതായത് അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പം അവർക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കുറെ നേരം അറ്റൻഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ നിനക്ക് ഓരോ ഇഷ്യൂസ് ഞാൻ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് പറയേ. ഒന്ന് നീ ആലോചിച്ചു നോക്കും, ഇപ്പം നീ പറഞ്ഞ സ്റ്റോറിയിലേക്ക് എത്താൻ പറ്റുമോ കുട്ടികൾക്ക്, നമുക്ക് നോക്കാം. ഫസ്റ്റ് തിങ് അവർക്ക് ഭയങ്കര എക്സൈറ്റിംഗ്, കളർഫുൾ, നമ്മളിപ്പോൾ പറഞ്ഞ റീൽസ്, ഷോർട്സ് അങ്ങനത്തെ കിട്ടുമ്പോൾ മാത്രമേ കുട്ടികൾക്ക് ഒരു രസമുള്ളൂ, ഒരു ഷോർട്ട് ടൈമിലേക്ക്. അത് കഴിയുമ്പോഴേക്കും എന്താ പറയുക, അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കുമ്പോൾ ബോറടിച്ചു, മതി, പറ്റില്ല എന്നാവുക. ഉം. അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്കില്ലേ, ഈ സ്ക്രീൻ സ്റ്റിമുലേഷൻ ഭയങ്കര കൂടുതലാ. ഇപ്പം ഷോർട്സ്, റീൽസ് എല്ലാം ഈ ഇൻസ്റ്റന്റ് ഡോപ്പമീൻ ആണ്. അപ്പം ഈ കുറച്ചു നേരം ഫോക്കസ്ഡ് ആയിട്ടിരുന്ന് ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നു സ്ക്രീൻ ടൈം ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ, ഇത്രയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഒക്കെ ഉള്ള ഒരു ടൈമിൽ നമുക്ക് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഉം. അപ്പം എൻ്റെ ഒരു ഇതിൽ ഈ ഒരു പ്രോബ്ലത്തിന് ഞാൻ കാണുന്ന ഒരു സൊല്യൂഷൻ എന്താന്ന് പറഞ്ഞാൽ, ഒരു സ്ക്രീൻ ടൈം ഫിക്സ് ചെയ്യുക. ഏ, ഈ ഒരു ദിവസം ഇന്ന ടൈം ടു ഇന്ന ടൈം മാത്രം ഉം. കുട്ടിക്ക് സ്ക്രീൻ, ഫോണോ എന്താണെങ്കിലും ടച്ച് ചെയ്യാൻ, ഗാഡ്ജറ്റ് ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കുട്ടിക്കും ക്ലിയർലി അറിയാം ആ ഒരു ടൈം മാത്രമേ കിട്ടുള്ളൂ എന്ന്. അപ്പം ഈ തലയിലിരുന്ന് ഓ, എനിക്ക് എപ്പോൾ കിട്ടും, എനിക്ക് എപ്പോൾ പോയി ഷോർട്സ് കാണാം, റീൽസ് കാണാം എന്നുള്ളൊരു ചിന്ത പതുക്കെ കുട്ടികളുടെ ഇതിൽ നിന്നും മാറും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പം ഇങ്ങനെ ഫോൺ വെക്കും, എന്നിട്ട് റീൽസ് കണ്ടുകൊണ്ടിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഈ ഒരു പരിപാടി അത്ര നല്ലതല്ല. നമ്മൾ ഫാമിലി ആയിട്ടിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഫുഡ് കഴിക്കുക. ആൻഡ് ഫുഡ് കഴിക്കുമ്പം നോ ഗാഡ്ജറ്റ്, നോ സ്ക്രീൻ ടൈം എന്ന് നമ്മൾ ക്ലിയർലി പറയുക. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും ഇപ്പം ഈ ഇയർപോഡ്സും അത് ഇതൊക്കെ ഉള്ളത് കാരണം ഇതും വെച്ച് പാട്ടും കേട്ടുകൊണ്ടിരിക്കും. അപ്പൊ എന്താന്ന് വേറൊന്നും ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം ആ സംഭവങ്ങളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം ഒന്ന് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പതുക്കെ അപ്പം ഈ ബ്രെയിനിൽ പതുക്കെ പിന്നെയും ഒന്ന് ഫോക്കസ്ഡ് ആവാൻ വേണ്ടി, സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി, റീൽസ് ഒക്കെ ഇൻസ്റ്റന്റ് ഡോപ്പമിൻ അല്ലേ, ഉം. അപ്പം അതിന്ന് കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇടാ, അങ്ങനെ അവർ ഇപ്പൊ ഇരുത്താൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ കുറച്ചു നേരം ഒന്ന് ഇരിക്കുക, ഒന്ന് ഇമാജിൻ ചെയ്യുക, ഒന്ന് ആലോചിക്കുക, അങ്ങനെയൊക്കെയല്ലേ ചെയ്യാൻ പറയുന്നത്. അത് ചെയ്യുമ്പോഴേക്കും അവർക്ക് മതിയായി എന്നാ പറയുന്നത്. അപ്പൊ ശരി, നമ്മൾ ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ പറയും ഒരു 10 മിനിറ്റ് ഇരിക്കൂ, ഇരുന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്യ്, എന്തെങ്കിലും ചെയ്യ് പറയുമ്പോൾ പറ്റുന്നില്ല. അപ്പോഴോ? നമ്മളെപ്പോഴും ബോർഡമിനെ പറ്റി പറയുന്ന പോലെ അല്ലേ, ഇതിനെയൊക്കെ ഇല്ലേ, എനിക്ക് തോന്നുന്നു കുറച്ചൊരു ഡീപ്ലേ അങ്ങനത്തെ ഒരു കാര്യങ്ങളിലോട്ട് ഇൻവോൾവ് ചെയ്യിപ്പിച്ചാൽ കുട്ടികൾക്ക് എഗെയിൻ ഈ ബോർഡം ഒക്കെ കുറച്ചും കൂടി മാറും. കുറച്ചു നേരം എടുത്ത് പേഷ്യൻ്റ് ആയിട്ട് ഇരുന്ന് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ഈ ബോറടി ഉണ്ടാവില്ല. ലൈക്ക് ഉം. എനിക്ക് തോന്നുന്നു പസിൽസ് ഉം. നമ്മൾ കുഞ്ഞിലെ പിള്ളേരെ കൊണ്ട് കളിപ്പിച്ചുകൊണ്ടിരുന്നതാ. ആദ്യം വലിയ 4 പീസസ് പസിലായിരിക്കും കുഞ്ഞതായിരിക്കുമ്പം, പിന്നെ അത് 26 ആവും, പിന്നെ അത് 48 ആവും, അങ്ങനെ കുറേ പീസസിന്റെ പസിൽസ് അല്ലേ. അപ്പോൾ അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പസിൽസ് ഒക്കെ വെച്ചിട്ട് കളിക്കുമ്പം പേഷ്യൻ്റ് ആയിട്ടിരുന്ന് അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ പറയുന്ന ബോർഡമും, അങ്ങനെ വെറുതെ ഇരിക്കാൻ പറയുമ്പോഴത്തേക്കിനും ഉള്ള ഒരു എനിക്കൊന്നും ചെയ്യാനില്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ള ഒരു ഫീലിംഗിൽ നിന്ന് വരും തോന്നുന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ബിൽഡിംഗ് ബ്ലോക്സും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ബിൽഡ് ചെയ്യുക. അതുകൊണ്ട് ഒരു സാധനം മാത്രമല്ലല്ലോ, ഇപ്പൊ ലെഗോ സെറ്റ്, അതൊക്കെ കൊണ്ട് നമുക്ക് പല പല നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് പല പല തരത്തിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഇതും പതുക്കെ കുട്ടികളെ ആ അറ്റൻഷനും ഫോക്കസിലോട്ടും കൊണ്ടുവരാൻ കുറെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നീട് ഒരു സാധനം കൂടി കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് ഒരേ സമയത്ത്
ഒന്ന് 2 കാര്യം ചെയ്യണം. ഇപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം അവർക്ക് ടിവിയോ, ഗാഡ്ജറ്റ്സ് എന്തെങ്കിലും നോക്കണം. ഇപ്പം എന്താ പഠിച്ചുകൊണ്ടിരിക്കുമ്പം അവർക്ക് ഹോംവർക്ക് ചെയ്യണമെങ്കിൽ ഒരു ഫോൺ വേണം. പഠിക്കണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് വേണം. എന്ത് ചെയ്യുമ്പോഴും അവർക്ക് വേറെ ഒരു എന്താ പറയുക കുഞ്ഞ് കുട്ടി മങ്കികൾ ഉണ്ടാവില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി 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 മൾട്ടി ടാസ്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും എന്താ പറയുക കുറച്ചു നേരം കഴിയുമ്പോഴേക്കും മെന്റലി അവർ ക്ഷീണിക്കുക. പിന്നെ അവർക്ക് വീണ്ടും വരുന്നത് മടുപ്പാണ്. മൾട്ടി ടാസ്കിങ് ആക്ച്വലി അത്ര എൻകറേജബിൾ അല്ല കുട്ടികളുടെ കാര്യത്തിൽ. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ വീട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന മാത്സ് ചെയ്യുമ്പം പാട്ട് കേൾക്കണം. അപ്പം ഞാൻ എൻ്റെ മക്കളുടെ അടുത്ത് ചോദിക്കാറുണ്ട്, അപ്പം നിങ്ങൾ മാത്സിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതോ പാട്ടിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? അത് കുഴപ്പമില്ല മമ്മ, ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പാട്ട് കേട്ടുകൊണ്ടിരിക്കും, ഞങ്ങൾ പാട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുക മാത്സ് ചെയ്യുക. ഞാൻ ചോദിച്ചു പിന്നെ എന്തിനാ പാട്ട് കേൾക്കുന്നത്? ആ പാട്ടിനെ ഓഫ് ചെയ്യൂ, സോ ദാറ്റ് യുവർ ബ്രെയിൻ ഫുള്ളി ഈസ് ഫോക്കസ്ഡ് ഓൺ ഡൂയിങ് മാത്ത് എന്ന് പറയാറുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു കാര്യത്തിലും നമ്മൾ ഈ മൾട്ടി ടാസ്കിങ്ങിന് ഒട്ടും എൻകറേജ് ചെയ്യാണ്ടിരിക്കുന്ന നല്ലത്. മാത്സ് ചെയ്യും, ഒരു പ്രോബ്ലം 2 പ്രോബ്ലം കഴിയുമ്പോഴത്തേക്കിനും പാട്ടിൽ നല്ലപ്പോഴായിരിക്കും അറിയുന്ന ഒരു പാട്ട്, ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ട് വരുന്നത്. അപ്പം എന്താന്ന് പറഞ്ഞാൽ ആ പാട്ടും പാടിക്കൊണ്ടിരിക്കും. പിന്നെ തിരിച്ച് ഫോക്കസ് വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് മൾട്ടി ടാസ്കിങ് അത്ര നല്ലതല്ല. പ്രത്യേകിച്ച് ഈ പാട്ട് കേൾക്കുക അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് കേട്ടോണ്ടിരുന്ന് മാത്സ് ചെയ്യുക. എനിക്ക് മനസ്സിലാവുന്നില്ല, ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യോ അതോ പോഡ്കാസ്റ്റിൽ പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യോ? അപ്പൊ അതിന് സെപ്പറേറ്റ് ആയിട്ട് ടൈം വെക്കുന്നതായിരിക്കും നല്ലേ. ഇത് മാത്രല്ല, ഇതിന്റെ കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ലീപ്പ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്കൽ ആക്ടിവിറ്റീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴത്തെ കുട്ടികൾ മിക്ക വീടുകളിലും കേട്ടോ ഞാൻ കാണുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, രാത്രിയിൽ കിടക്കാൻ വേണ്ടി പോകുന്നത് ഫോണും കൊണ്ടിട്ടാണ്. ആ 1 മണി 2 മണി വരെയൊക്കെ റീൽസും കണ്ട് ഇത് വീഡിയോസും കണ്ടിട്ട് അങ്ങനെ ഇരിക്കും. ചിലപ്പോൾ ഗെയിം ആയിരിക്കും. ഇതൊക്കെ കളിച്ച് 1:30 2 മണിയാകുമ്പോഴാണ് കുട്ടികൾ കിടക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് എണീക്കണം, റെഡി ആവണം, സ്കൂളിൽ പോകണം. സ്കൂളിൽ പോയി ഉറക്കം വരില്ലേ? രാത്രിയിൽ ഉറക്കമില്ലാത്തപ്പോൾ ഉറക്കം വരില്ലേ? പിന്നെ എങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും? അപ്പം സ്ലീപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു സ്ട്രിക്റ്റ് ടൈം കുട്ടികൾ കിടന്നിരിക്കണം വിത്തൗട്ട് എനി ഗാഡ്ജറ്റ്. എനിക്കൊന്ന് ബെഡ്റൂമിലോട്ട് ഗാഡ്ജറ്റ് കയറ്റാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് എനിക്കൊന്ന് പേരൻസ് കുറച്ച് സ്ട്രിക്റ്റ് ആവുന്നതും വളരെ നല്ലതാണ്. ബിക്കോസ് കുട്ടികളെ നമ്മൾ നല്ലൊരു കാര്യം കൊണ്ടുവരാൻ വേണ്ടിയല്ലേ ഈ നോക്കുന്നത്. അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി. ഇപ്പം പിള്ളേരൊക്കെ പ്രത്യേകിച്ച് ഞാനിവിടെ ഒരു ജെൻഡർ ബയസ് ഒന്നും അല്ല, എന്നാലും പെൺകുട്ടികളാകുമ്പോൾ വെളിയിൽ കളിക്കുന്നതിനെക്കാട്ടും ഇഷ്ടപ്പെടുന്നത് അകത്തിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി ശരിക്കും നോക്കിയാൽ കുറെ കുട്ടികൾക്കും ഇല്ല. അതുകൊണ്ടാണ് ഈ ഒബീസിറ്റിയും അതും ഇതും ഒക്കെ കുറെ ഇഷ്യൂസ് വരുന്നത്. ഈ ഫിസിക്കൽ ആക്ടിവിറ്റി പോകുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും എല്ലാം നന്നായിട്ട് കൂടില്ലേ, അപ്പത്തേക്കിനും ആക്ച്വലി ബ്രെയിൻ ഈസ് റെഡി ടു കോൺസെൻട്രേറ്റ് ആൻഡ് ഫോക്കസ് ആഫ്റ്റർ ദാറ്റ്. ബ്ലഡ് സർക്കുലേഷനും ന്യൂറോൺസും ഒക്കെ ലൈക്ക് ആക്റ്റീവ് ആവുന്നത് കൊണ്ട്. പക്ഷെ ഇതും നമ്മളുടെ കുട്ടികളിൽ ഈയിടെയായിട്ട് വളരെ കുറവാണ്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ കുട്ടികളെ ഫിസിക്കൽ ആക്ടിവിറ്റീസിനും കുറേ എൻകറേജ് ചെയ്യണം. ഒന്നുമില്ല, ഒരു 5 മിനിറ്റ് ബ്രേക്ക് കിട്ടിയ ഒന്ന് ഫ്രിസ്ബിയും കൊണ്ട് വെളിയിൽ പോയി 2 പേരും കൂടെ കളിക്കുക. ഒരു കുട്ടിയോ ഉള്ളെങ്കിൽ മദറിനോ ഫാദറിനോ കൂടെ കളിക്കാം, അല്ലെങ്കിൽ 3 പേരും കൂടെ നിന്ന് കളിക്കാം. അപ്പം അങ്ങനത്തെയൊക്കെ ഒരു ടൈം എടുക്കുമ്പം ഓടിപ്പോയി എടുക്കുന്നതൊക്കെ കുട്ടികൾക്ക് കൊടുക്കാം ആ ടാസ്ക്. അപ്പോൾ ഓടിപ്പോയി അത് എടുത്തിട്ട് വരിക. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിനും കുറച്ചൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റിയും കൂടെ കൊണ്ടുവരുന്നത് വളരെ നല്ലതായിരിക്കും. ഇതിന്റെ കൂടെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഫിസിക്കലി ആക്റ്റീവായി ഇരിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല ഭക്ഷണവും കഴിക്കണ്ടേ? അപ്പം എനിക്ക് തോന്നുന്നു നല്ല കറക്റ്റ് ഫുഡ് ന്യൂട്രിയൻസും കറക്റ്റായിട്ട് കിട്ടിയാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയും ബൂസ്റ്റ് ചെയ്യും. അതോടുകൂടി ഉറക്കവും കുറച്ച് നന്നാവും. അപ്പൊ പിന്നെ ഇങ്ങനെ വൺ റിലേറ്റഡ് ടു ദി അതർ പറഞ്ഞ പോലെ കോൺസെൻട്രേഷനും കൂടും, ഫോക്കസും കൂടും. അങ്ങനെ അറ്റൻഷൻ സ്പാൻ കൂട്ടി 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 ചിലപ്പം കൊണ്ടുവരാൻ പറ്റും. ഇനി ഇതിന്റെ എല്ലാം ഇടയിൽ ഒരു വില്ലത്തരം കാണിക്കുന്ന പാരൻസിന്റെ ഒരു റോളുണ്ട്. ചില കുട്ടികൾ എന്നോട് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഒരു പാറ്റേൺ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് അമ്മയോ അച്ഛനോ ആരെങ്കിലും ഒരാളെ ഇടയിൽ കൂടി വന്നിട്ട് ഇടയ്ക്ക് ഒരു ചെക്ക് ചെയ്യുന്നു. അതായത് ഇവരിങ്ങനെ പഠിച്ച് നല്ല രസത്തിൽ ഇങ്ങനെ വരുമ്പോഴേക്കും 10 മിനിറ്റിൽ തീർക്കും പറഞ്ഞിട്ടുണ്ടല്ലേ, അത് കഴിഞ്ഞോ, ഇവിടെ എത്ര എത്തി, അടുത്ത സബ്ജക്റ്റ് എടുത്തോ? അപ്പൊ അവര് പറയും ഇത് അവരെ വല്ലാതെ ആങ്ഷ്യസ് ആക്കും. അപ്പൊ അവർക്ക് ഉള്ള കോൺസെൻട്രേഷനും ഇൻട്രസ്റ്റും പോവുകയാണെന്ന്. ഇവിടെ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടിയാട്ടോ. എന്താന്ന് പറഞ്ഞാൽ ഈ മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോൾ ഈ കോൺസെൻട്രേഷൻ കിട്ടാത്തപ്പോഴും ഞാൻ മോളുടെ അടുത്ത് പറയും, നീ ഒരു 2 hours എടുത്ത് ഈ ഹോൾ ചാപ്റ്റർ തീർക്കാതെ ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക. പ്ലാനൊക്കെ ഭയങ്കര നല്ലതായിരിക്കും. ഈ ഒരു പേജ് ഇത്രയും ടൈം, നീ പറഞ്ഞ പോലെ 5 മിനിറ്റോ 10 മിനിറ്റോ അതിൽ തീർക്കുക എന്ന് പറയും. അപ്പൊ മോള് ഓക്കെ മമ്മ എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ എന്ത് ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിലും എൻ്റെ കണ്ണ് മുഴുവൻ ക്ലോക്കില്ല. അല്ലെങ്കിൽ നമ്മൾ അലാം വെക്കും. അപ്പൊ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും ഞാൻ വന്ന് ഡോർ തുറന്നിട്ട് കഴിഞ്ഞോ
ഇല്ല ഒരു ലൈനും കൂടെ. എന്താടാ ഞാൻ 5 മിനിറ്റ് അല്ലേ തന്നേ എന്ന് പറയുമ്പത്തേക്കിനും എന്നിട്ട് മമ്മ ഞാൻ ഒന്ന് പഠിച്ചോട്ടെ പ്ലീസ്. കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഷ്ടപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ മമ്മ ഇങ്ങനെ വരുമ്പോ ഡിസ്റ്റർബൻസ് ആണ്. നീ പറയുന്ന കാര്യം ഞാനും ചെയ്യുന്ന. ആക്ച്വലി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാലത്ത് യങ്ങർ ജനറേഷൻ ആയാലും നമ്മുടെ ജനറേഷൻ ആയാലും ഫോക്കസ് കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതെ. ബിക്കോസ് നമുക്ക് ഈ റീൽസും ഷോർട്സും കുറേ ഡിസ്ട്രാക്ഷൻസ് ഉള്ളത് കാരണം. അപ്പം നമുക്ക് മാജിക്കലി ഇങ്ങനെ വാണ്ടും കൊണ്ട് ഇങ്ങനെ ഷു എന്ന് പറയുമ്പോഴത്തേക്കിനും കുട്ടികൾക്ക് ഫോക്കസ് ഒന്നും വരത്തില്ല. ഉം. അപ്പൊ പതുക്കെ ഇത് ഒരു ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ട്രൈ ചെയ്താൽ മാത്രമേ ഉം. ഈ പറയുന്ന ഫോക്കസും അറ്റൻഷനും ഒക്കെ നമുക്ക് കുട്ടികളിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമ്മൾക്കും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഉം. അപ്പം നമ്മൾ ഇതിനെ ഒക്കെ കൂടി നട്സലിലാക്കുകയെന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഇഷ്യൂ ഇപ്പം നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് അറ്റൻഷൻ സ്പാനും ഫോക്കസും കുറയണമെന്നാ. സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല ഭക്ഷണം, പ്രോപ്പർ സ്ലീപ്പ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ക്രിയേറ്റീവ് നല്ല പ്ലേ, പിന്നെ മൾട്ടി ടാസ്കിങ് കഴിയുന്ന ഒഴിവാക്കുക. ആദ്യം 5 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് അങ്ങനെ കൊടുത്ത് നല്ല സോളിഡ് എന്താ പറയുക വാല്യുബിൾ ആയിട്ടുള്ള കുറച്ച് ടൈം കുട്ടികൾക്ക് ഇൻക്രീസ് ചെയ്ത് പ്രൊഡക്റ്റീവ് അവേഴ്സ് കൂട്ടി കൊണ്ടുവരിക. ഇത്രയും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, അതായത് അറ്റൻഷൻ സ്പാൻ ആണ് ഇപ്പോൾ എന്താ പറയുക, പണ്ട് നമ്മൾ പഠിയായിരുന്നു എന്താണ് വിദ്യാധനം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ വളരെ നല്ല. ഇപ്പോഴത്തെ ഈ ഡിസ്ട്രാക്ഷൻ്റെ വേൾഡിൽ നമുക്ക് കുട്ടികൾക്ക് നല്ലൊരു അറ്റൻഷൻ സ്പാൻ, ഫോക്കസ്, കോൺസെൻട്രേഷൻ അതിനൊക്കെ അവരെ ഏബിളാക്കാൻ പറ്റിയാൽ അതായിരിക്കും ആസ് പാരൻസ് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ ഹെൽപ്പ്. അപ്പോൾ നമ്മൾ എന്നും കാണുന്ന പോലെ നമ്മളെ ബ്ലെസ്സിങ്സിൻ്റെ കൂട്ടത്തിൽ എല്ലാം കൗണ്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ റോളും വളരെ ക്ലിയറായി ഡിഫൈൻ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് എക്കോസ് ഓഫ് വിത്ത് രൺ ആൻഡ് ഗോ.